ഹലോ, അസ്സലാമു അലൈക്കും. അയാന എൻ്റെ റിന്യൂസിലേക്ക് സ്വാഗതം. നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. ചെറിയൊരു മീൻ, കോരാന്ന്, ചുവന്ന കോര, ആ മീനാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കറി ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുത്ത് ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ടെടുത്ത് പച്ചമുളക് ഒന്ന് വഴച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റുക. കരിവേപ്പിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളിയിട്ട്, ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ട് അത് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് ഒരു തക്കാളി കേട്ടോ, തക്കാളി അതിലിട്ട് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടോ. നമ്മളെ ചെറിയ ചുവന്ന കോരല്ലേ, അതാണ് നമ്മൾ കറി വെക്കാൻ പോകണം കേട്ടോ. പക്ഷെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ടാകും കറി. ഒരു സ്പൂൺ ഉപ്പിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. തക്കാളി ഉള്ളിയെല്ലാം കൂടെ ഒന്ന് നല്ലോണം വഴങ്ങൊന്ന് താളി വരട്ടെ കേട്ടോ. നമുക്കത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് ഇളക്കിയെടുക്കാം. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. പുളിവെള്ളം ഒഴിച്ച് കറിൻ്റെ ഒരു വെള്ളം വരാത്ത നമുക്ക് ആവശ്യത്തിന് വേണം. കുറച്ച് വെള്ളം പാകമായിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചത് നമുക്കത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ലോണം തിളച്ച് വന്ന് നല്ലോണം തിളച്ച് വന്ന് ചുപ്പിൻ്റെ ആവശ്യം എടുത്ത് നമുക്ക് തേങ്ങ ഒഴിച്ചെടുക്കുക അതിലിട്ടോ. ഇത്രയും ചെറിയ മീനാണ്, അപ്പം തേങ്ങ ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ മീൻ അതിലിടാൻ പറ്റുള്ളൂ. അല്ല, മീൻ ഒന്ന് ചൂടട്ടുമ്പോഴത്തെ വേഗം കലങ്ങിപ്പോവും. അപ്പം നമ്മൾ തേങ്ങ ഒഴിച്ച് പാകമാക്കിയതിന് ശേഷം ആ മീൻ ഇടുള്ളൂ കേട്ടോ. പിന്നെ തേങ്ങ അരച്ച കറിയിൽ ഞങ്ങൾ വെളുത്തുള്ളി ഇടൂല കേട്ടോ, ഇഞ്ചി മാത്രം ഇടുള്ളേ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് അതിൽ മീനിട്ടെടുക്കാം. ചെറിയ കോരാണ്. മീനയിലിട്ട് ചെറുതായിട്ട് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് അതിലിട്ടെടുക്കട്ടോ. കായൻ്റെ ശേഷമാണ് ആ ഇഞ്ചി ഇട്ടെടുക്കുക. ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ ഇഞ്ചി. നമ്മൾ തേങ്ങ കൊഴിച്ച് മീനൊക്കെ ഇട്ടേരാണ് ആ ഇഞ്ചി ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് കറിയൊക്കെ തിളച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കറി.